ഇത് മൊത്തം തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണ് കഴിക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബുൾഡാക്ക് നൂഡിൽസ് ആണ്. ബുൾഡാക്ക് നൂഡിൽസ് അല്ല, ബുൾഡാക്ക് ഹോട്ട് ചിക്കൻ ഫ്ലേവർ രാമൻ 2 സ്പൈസി. ഇത് പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതിന് 130-140 രൂപയുണ്ട് ഇതിന്, ഈ ചെറിയൊരു പാക്കറ്റിന്. ചെറിയ പാക്കറ്റ് ഇത്ര റേറ്റ് ഉണ്ടോ ഗൈസ്? ഇറ്റ് വർത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ. ബട്ട് ഭയങ്കര സ്പൈസി ആണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് പാക്കറ്റ് ഇങ്ങനെ കാണാൻ രസമായതുകൊണ്ട് കാണാൻ നല്ല രസമായതുകൊണ്ട് മേടിച്ചാൽ. പിന്നെ ഇതിൻ്റെ ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കുറേ തപ്പി ഗൈസ്, ഇൻസ്ട്രക്ഷൻസ്. ലാസ്റ്റ് കുറേ തപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ തന്നെ കുക്കിംഗ് ഡയറക്ഷൻസ് ഉണ്ട്. എന്താ ഈ മഞ്ഞം ഈ നിങ്ങൾക്ക് കാണും, കുറച്ച് തപ്പി പിടിച്ചാൽ മതി, പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യും. ബട്ട് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് പറഞ്ഞിട്ടുള്ള അളവിലെ വെള്ളം നമ്മൾ നല്ലോണം തിളപ്പിക്കണം, ചൂടാക്കണം ഗൈസ്. നല്ലോണം ചൂടായതിനു ശേഷം വേണം നമുക്ക് റാമൻ ഇടാം ഗൈസ്. റാമൻ ഇങ്ങനെയാണ് അതിൻ്റെ ന്യൂഡിൽസ് ഉള്ളത്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നോർമലി മാഗീൻ്റെ പോലെ തന്നെ അല്ല, ഒരു വേറെ തന്നെ ഒരു തിക്കായിട്ടുള്ള സാധനം തോന്നുന്നു. ഇതിൻ്റെ ടോപ്പിങ്സ് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് 2 ടോപ്പിങ്സ് ആണുള്ളത്. എനിക്ക് ഒന്ന് സോസും ഒന്ന് ഫ്ലേക്സും ആണ്. 2 ടോപ്പിങ്സ് ഉണ്ട്. സോ വെള്ളം തിളക്കേണ്ട ഗൈസ്, നമുക്ക് മറ്റേ റാമൻ ഇടാം. സാധനം ഇട്ടിട്ടുണ്ട്, ഇത് തിളക്കട്ടെ ഗൈസ്, നല്ലോണം തിളക്കട്ടെ. ഞാൻ ഈ പാക്കിങ് കണ്ടുകൊണ്ടാണ് മേടിച്ചത്. ഞാൻ ഇതുവരെ ഇതിൻ്റെ സംഭവം ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. മേടിച്ചതിന് ശേഷമാണ് വീട്ടിലെത്തിയപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് എല്ലാം കണ്ടു ഗൈസ്. ഇത് ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ, സ്പൈസി ആണെന്നെല്ലാം പറയുന്നത്. ഐ തിങ്ക് എനിക്ക് താങ്ങാൻ പറ്റുന്ന സ്പൈസിനെസ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ബാക്കി ഉണ്ടാകും ഗൈസ്. പക്ഷെ പാക്കിംഗ് അല്ല രസമില്ല കാണാൻ, എനിക്കത് ഇഷ്ടപ്പെട്ട്. നമ്മൾ ഒരിക്കലും ഫുള്ള് വറ്റിക്കരുത്, കുറച്ചൊരു വാട്ടർ ബാക്കി ഉണ്ടാകും. കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചിട്ട് ഒരു വാട്ടർ ടച്ച് ഉള്ള സമയത്താണ് ഈ സോസും സെസിമി മറ്റേ ഫ്ലേക്സ് എല്ലാം ആഡ് ആയിട്ട് മിക്സ് ചെയ്തത്. ചെറിയൊരു വാട്ടറി ഫീൽ വേണമെന്നാണ് കുക്കിംഗ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇതൊരു 8 ടേബിൾ സ്പൂൺ വാട്ടർ ആയിട്ടും ബാക്കി ഉണ്ടാകുന്ന സമയത്തിന് ശേഷമാണ് ഈ സോസ് എല്ലാം ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയും, ഇതുപോലെ ചെയ്യാം. തോന്നുന്നു സോസ് ആഡ് ചെയ്യാൻ സമയമായി. നമുക്ക് സോസും 2 ടോപ്പിങ്സ് ഇല്ലേ, സോസും ഈ ഫ്ലേക്സും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഗൈസ്. ഇത് മിക്സ് ചെയ്തിട്ട് വരാം. സോസ് ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ ചൊവ്വാന്ന് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് പാത്രത്തിലോട്ട് പറ്റും. സോസ് ഇട്ടപ്പോൾ കൈ തന്നെ മൊത്തം ചുവന്നിട്ടാണ് ഗൈസ്, ഈ മയവായ്പുണ്ട്. സോ നമുക്കിത് ഫ്ലേക്സും കൂടി ഇട്ടിട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഗൈസ്. ഫൈനലി നമ്മൾ ഉണ്ടായി കഴിഞ്ഞു ഗൈസ്. വീഡിയോ കാണുന്നവരെല്ലാം നല്ല റെഡിഷ് സാധനമാണ്. ആൻഡ് ഐ തിങ്ക് ഫ്ലേക്സ് ഇങ്ങനെ ലാസ്റ്റ് ടോപ്പിങ്ങിൽ മേലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണുക പോലും ഇല്ല. ഈ സമയത്ത് ടോപ്പിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ രസമായിരിക്കും. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട് ഗൈസ്. അത്യാവശ്യം സ്പൈസിയാന്നൊക്കെയാണ് ഇത് പറയുന്നത്, നമുക്ക് അറിഞ്ഞൂടാ, കഴിച്ചു നോക്കാം. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. ഞാൻ ഇത്രയ്ക്ക് സ്പൈസി എന്ന് വിചാരിച്ചില്ല. ബട്ട് ടേസ്റ്റ് ഗുഡ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഓയിലി ടച്ച് ഉണ്ടെങ്കിലും സ്പൈസിനെസ് ഉണ്ട്. അമ്മേ, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ നൂഡിൽസ് അയച്ചതിന് ഏറ്റവും സ്പൈസി ആയിരിക്കും. കഴിച്ചോക്കാം.
ടേസ്റ്റ് വൈസ് ഗുഡ് ഗൈസ്. സ്പൈസിനെസ് ഓൾസോ നല്ലോണം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലോണം വെള്ളം കുടിക്കും, തണുത്തോളം. തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഐസ്ക്രീം എല്ലാം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ നല്ല കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഗൈസ്. 5 മിനിറ്റ്. One eternity later. സോ ഗൈസ്, ക്യാമറേൻ്റെ ഇത് മൊത്തം തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ട് വേണം കഴിക്കാൻ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വെള്ളം കുടിക്കുന്നുണ്ട്. കുരുമുളക് ഒന്നും ഇതിനകത്ത് ദയവായിട്ട് ഞാൻ ആലോചിച്ചായിരുന്നു പെട്ടിട്ടായിരുന്നു. ബെസ്റ്റ് ഐഡിയ വെച്ചാൽ കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പൈസസ് അധികമായിരിക്കും, നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. ഓക്കെ ബൈ ബൈ ഗൈസ്. ബ്രൂട്ടൽ ട്രൂത്ത്, നല്ലോണം ഇരിക്കും. കഴിക്കാൻ തന്നെ ഫുൾ പണിയാണ്. ഇപ്പോഴും എരിവാറില്ല, കുറേ നേരം വെള്ളം കുടിക്കുന്ന വായിൽ വെള്ളം ഇതാക്കുന്നത്. സോ ബി കെയർഫുൾ ആൻഡ് ട്രൈ ടു നോട്ട്. ഓക്കെ ശരി ബൈ ബൈ ഗൈസ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്കാണെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല സാധനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നിങ്ങൾ വീണ്ടും മേടിച്ചേക്കുമെന്ന്. പ്രത്യേകിച്ച് ഈ ഫ്ലേവർ സ്പൈസി, 2 ഇൻറ്റു സ്പൈസി എനിക്ക് മതിയായി ഗൈസ്. ഞാൻ ഇനി 2 ഇൻറ്റു സ്പൈസി ഒന്നും മേടിക്കില്ല. ഇപ്പോഴും ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ അവരെ സ്പൈസിനെസ് പോയിട്ടില്ല. 1 മണിക്കൂർ ആയെന്ന് തന്നെ അറിഞ്ഞൂടാ, അങ്ങനെ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ടാവും. ബൈ ഗൈസ്. ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ. വായിലോ വെള്ളം വരുന്നു, ഇറക്കാനും വരുന്നു, തുപ്പാനും വരുന്നു. ബൈ. ലാസ്റ്റ് ഒരു ഐസ്ക്രീം വായിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയി. ഓക്കെ ബൈ ഗൈസ്.